അങ്ങനെ നെവിൻ ബിഗ് ബോസ് നിന്ന് ക്വിറ്റ് ചെയ്തിരിക്കുകയാണ്. നെവിൻ കാണിച്ചത് മണ്ടത്തരാണെന്ന് തന്നെയാണ്. കാരണം അനുമോളുടെയും ജിസേലിൻ്റെയും ഇടയ്ക്ക് നടന്നൊരു വഴക്കിൽ നെവിൻ ഇടപെടാം, അതിൽ അഭിപ്രായം പറയാം. അതിനപ്പുറത്തേക്ക് നെവിൻ പല ക്യാമറയിലും പല പ്രാവശ്യമായിട്ട് പോയി പറയുന്നുണ്ടായിരുന്നു, ബിഗ് ബോസ് അനുമോളെ പാമ്പർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഷോയിൽ നിന്ന് ക്വിറ്റ് ചെയ്യുമെന്നുള്ളത്. അത് പല പ്രാവശ്യം നെവിൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഇത് ഇന്ന് മാത്രമല്ല, കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായിട്ട് നെവിൻ പുറത്തു പോകണം എന്നുള്ളത് ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു. ഇന്നലത്തെ എപ്പിസോഡിലും നെവിൻ പറയുന്നുണ്ട്, ഒന്നെങ്കിൽ അനുമോള് അല്ലെങ്കിൽ ഞാൻ എന്നുള്ളത്. ഇന്നത്തെ പ്രശ്നത്തിൽ അനുമോളാണ് ആദ്യം പോയിട്ട് ബലം പ്രയോഗിച്ച് ജിസേലിൻ്റെ ചുണ്ടിന്ന് ലിപ്സ്റ്റിക്ക് തുടയ്ക്കുന്നത്. അത് അനുമോൾ ചെയ്ത് തന്നെയാണ് ഒന്നാമത്തെ തെറ്റ്. 2, ജിസേൽ റിഫ്ലക്ഷൻ ആയിട്ടാണ് അനുമോളെ പിടിച്ച് തല്ലുന്നത്. ഡിഫെൻഡ് ചെയ്യാനാണെങ്കിൽ പോലും ഇത് ബിഗ് ബോസ് ആയതുകൊണ്ട് ജിസേൽ ചെയ്തതും തെറ്റ് തന്നെയാണ്. അങ്ങനെ ഈ പ്രശ്നത്തിന് ശേഷം എല്ലാവരെയും ലിവിംഗ് റൂമിലേക്ക് ബിഗ് ബോസ് വിളിപ്പിക്കുകയാണ്. അതിനുശേഷം ജിസേലിനെയും അനുമോളെയും കൂടെ കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിച്ചിട്ട് പറയുന്നു, നിങ്ങൾ രണ്ടുപേരും ചെയ്തത് തെറ്റാണ്, അതിനുള്ള ശിക്ഷ എന്താണെന്നുള്ളത് വീക്കെൻഡിൽ ലാലേട്ടൻ വന്നതിന് ശേഷം തീരുമാനിക്കും എന്നുള്ളത്. കൺഫെഷൻ റൂമിൽ ഇരുന്നിട്ടും ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുകയാണ്. ജിസേൽ നിരന്തരം റൂൾ ബ്രേക്ക് ചെയ്യുന്നത് കൊണ്ടാണ് ജിസേലിൻ്റെ പുറകെ നടന്ന് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുന്നതെന്നുള്ളതാണ് അനുമോൾ പറയുന്നത്. എൻ്റെ അനുവാദം ഇല്ലാതെ എൻ്റെ ശരീരത്തിൽ തൊടുന്നത് തെറ്റ് തന്നെയാണ് എന്നാണ് ജിസേൽ അവിടെ ഇരുന്ന് പറയുന്നത്. അങ്ങനെ ഓരോ കാര്യത്തിലും അനുമോൾ ഇന്നലെ ഡ്യൂട്ടി ചെയ്യാത്തതിനെ പറ്റിയും അത് ജിസേലാണ് ചെയ്തതെന്നുള്ളതിനെ പറ്റിയും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്നിട്ട് അവിടെ ഇരുന്ന് തർക്കിക്കുന്നുണ്ട്. അങ്ങനെ ബിഗ് ബോസ് ഇവരോട് പറയുന്നുണ്ട്, വീക്കെൻഡിന് മുമ്പ് നിങ്ങൾ തമ്മിൽ പരസ്പരം സംസാരിച്ച് ഇതിനൊരു ഒത്തുതീർപ്പ് ഉണ്ടാക്കാനായിട്ട്. അനുമോൾ അവിടെ ഇരുന്ന് ജിസേലിൻ്റെ അടുത്ത് സോറി പറയുന്നുണ്ട്. അപ്പോൾ ജിസേൽ പറയുന്നത്, എനിക്ക് നിൻ്റെ സോറി വേണ്ട, ഞാനത് അക്സെപ്റ്റ് ചെയ്യില്ല എന്ന് ജിസേൽ പറയുന്നുണ്ട്. ഇത് ആദ്യത്തെ തവണയല്ല, ഇതിന് മുമ്പും നീ എന്നെ ഇതേപോലെ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്, അപ്പോഴും നിനക്കെതിരെ നടപടിയൊന്നുമില്ല, നീ ഇതിപ്പോൾ 2ാമത്തെ തവണയാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്ന് ആകെ കൂടി ഇവർ തർക്കിക്കുകയാണ്. അതിനുശേഷം പിന്നെ ഇവരോട് ലിവിംഗ് റൂമിലേക്ക് പോയിരിക്കാൻ പറയുന്നു. അങ്ങനെ ഇവർ വന്നതിന് ശേഷം നെവിനോട് എഴുന്നേറ്റ് നിൽക്കാനായിട്ട് ബിഗ് ബോസ് പറയുകയാണ്. അതിനുശേഷം നെവിനോട് പറയുന്നു, നിങ്ങൾ മൈക്ക് ഊരി വെച്ചു മൈക്ക് ഇടാതെ നടന്നുമൊക്കെ നിരന്തരം ഇവിടെ റൂൾ ബ്രേക്ക് ചെയ്യുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. കുറച്ച് നേരം മുമ്പ് നിങ്ങൾ ക്യാമറയുടെ മുന്നിൽ വന്ന് നിന്നിട്ട് പറഞ്ഞു ഈ ഷോയിൽ നിന്ന് ക്വിറ്റ് ചെയ്ത് പോകാൻ തയ്യാറാണ് എന്നുള്ളത്. ഇവിടെ നടന്ന സംഭവങ്ങളും നിങ്ങളുടെ പ്രതികരണവും തമ്മിൽ എന്താണ് ബന്ധം എന്നുള്ളത് നെവിനോട് ചോദിക്കുകയാണ്. അപ്പോൾ നെവിൻ അനുമോൾക്കെതിരെയാണ് പറയുന്നത്. അനുമോൾ ഇതിനു മുമ്പ് ഫിസിക്കൽ അസോൾട്ട് ചെയ്തിട്ട് അനുമോൾക്കെതിരെ നടപടിയൊന്നും ഉണ്ടായിരുന്നില്ല, അനുമോൾ ഇത്തരത്തിലുള്ള ഗെയിമാണ് ഇവിടെ കളിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുകയാണ്. സത്യത്തിൽ ബിഗ് ബോസ് ഭയങ്കര ഷൗട്ട് ചെയ്യുന്നത് പോലെയാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ നെവിൻ്റെ പ്രതികരണത്തിൽ ആ ഒരു പതർച്ചയുണ്ട്. അപ്പോൾ ബിഗ് ബോസ് പറയുന്നു, നിങ്ങൾ ആ തീരുമാനത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണോ എന്ന് പറയുന്നു. അപ്പോൾ നെവിൻ പറയുന്നു, ഞാൻ ഉറച്ചു നിൽക്കുകയാണ് എന്ന്. അപ്പോൾ ആദിലെ നൂറേയും ഇവിടെ ഇരുന്നിട്ട് നെവിനെ പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്, നീ ആ തീരുമാനം എടുത്തെങ്കിൽ അതിൽ തന്നെ ഉറച്ചു നിൽക്കണം എന്ന് പറഞ്ഞിട്ട്. നെവിൻ പറയുന്നു, ഞാൻ അതേ തീരുമാനത്തിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നതെന്ന് പറയുമ്പോൾ ബിഗ് ബോസ് പറയുന്നു, അങ്ങനെയാണെങ്കിൽ പ്രധാന വാതിൽ തുറന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ഷോ ക്വിറ്റ് ചെയ്യാം എന്നുള്ളത്. അങ്ങനെ നെവിൻ ക്വിറ്റ് ചെയ്യാനായിട്ട് പോകുന്നു. ബാക്കിയുള്ള വീട്ടുകാരെല്ലാവരും കൂടെ നെവിനെ പോകാനായിട്ട് സമ്മതിക്കാതെ പുറകെ നടന്ന് പോരുത് എന്ന് പറയുമ്പോൾ ആദിലെ നൂറയും നെവിനെ പുറകെ നടന്ന് പ്രൊവോക്ക് ചെയ്യാണ്. നീ ആണാണെങ്കിൽ അത് ചെയ്യണം, നിനക്ക് നട്ടലുണ്ടെങ്കിൽ നീ ഇവിടുന്ന് പോകണം, നീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ഉറപ്പായിട്ട് ഇവിടുന്ന് ഇറങ്ങിപ്പോണം. നൂറയൊക്കെ ഭയങ്കര ലൗഡായിട്ട് ഷൗട്ട് ചെയ്തുകൊണ്ട് നെവിൻ്റെ പുറകെ നടന്നിട്ട് പ്രൊവോക്ക് ചെയ്യാണ്. ബാക്കിയുള്ള വീട്ടുകാരാണെങ്കിൽ പോകരുത് എന്ന് പറഞ്ഞിട്ട് നെവിനെ നിർബന്ധിക്കുകയാണ്. അവസാനം നെവിൻ ഓടി ഇറങ്ങി പ്രധാന വാതിലിലൂടെ വീടിന് പുറത്തേക്ക് പോകുന്നു, ഷോയിൽ നിന്നിട്ട് ക്വിറ്റ് ചെയ്യുന്നു. ആദിലേക്കും നൂറയ്ക്കും നെവിനോടൊരു ദേഷ്യം ഉണ്ടായിരുന്നു. അവരിന്നത് കറക്റ്റായിട്ട് ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഇന്നലത്തെ ലൈവിലും എപ്പിസോഡിലും ഒക്കെ ആദിലെ ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു, നെവിൻ ശരിയല്ല, നെവിൻ ഞങ്ങളുടെ ഇടയ്ക്ക് കുത്തിത്തിരിപ്പുണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത്. അതുപോലെ ഇന്ന് നൂറ പറയുന്നുണ്ടായിരുന്നു, നൂറേനെ പറ്റിയിട്ട് മോശമായിട്ട് നെവിൻ അവിടെ എല്ലാവരോടും പറഞ്ഞു നടന്നു എന്നൊക്കെ. അപ്പോൾ അതിലൊരു ദേഷ്യം ഉണ്ടായിരുന്നത് അവരിന്ന് കറക്റ്റ് സമയം വന്ന സമയത്ത് തിരിച്ച് കൊടുത്തു എന്നുള്ളതാണ്. നൂറെ അതിലെ അത് പറയുന്നുണ്ട്, അത് അവരുടെ ഗെയിമാണ് എന്ന് അവരും അത് പറയുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് അക്ബറും ഒക്കെ അവിടെ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു, നെവിൻ കാണിച്ചതാണ് മണ്ടത്തരം, കാരണം നെവിൻ ക്യാമറയിൽ പോയിട്ട് ഞാൻ ക്വിറ്റ് ചെയ്യും എന്നുള്ളത് പറയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരു കാര്യം അതിലേക്ക് നൂറയ്ക്ക് ഇട്ടുകൊടുത്തു, അവരവിടെ ഗെയിം കറക്റ്റായിട്ട് കളിച്ചു, അതിൽ അവരെ തെറ്റ് പറയാൻ പറ്റുമോ എന്നുള്ളത് ഷാനവാസും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശരത്ത് അവിടെ നിന്ന് പറയുന്നുണ്ട്, നമുക്ക് ക്യാമറയുടെ മുന്നിൽ പോയി നിന്നിട്ട് ബിഗ് ബോസിനോടൊന്ന് പറഞ്ഞു നോക്കാം, അവനൊരു തെറ്റ് പറ്റിയതാണ്, തിരുത്താനൊരു അവസരം കൊടുക്കണമെന്നൊക്കെ പറഞ്ഞു നോക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അക്ബറും ബിന്നിക്കും അതിന് താല്പര്യമില്ല. അപ്പോൾ ബിന്നി പറയുന്നുണ്ട്, അവൻ ഇമോഷണലി വീക്കാണ്, ഇവർ ട്രിഗർ ചെയ്തപ്പോഴത്തേക്കിനും അവൻ ഇറങ്ങിപ്പോയി, അവനത് പിടിച്ചു നിൽക്കാനുള്ള ഒരു ഇതില്ലായിരുന്നു, അതുകൊണ്ട് അവൻ ഇറങ്ങിപ്പോയപ്പോൾ അത് പറയുന്നത് ശരിയല്ല എന്നുള്ളത് ബിന്നിയും പറയുന്നുണ്ടായിരുന്നു, അക്ബറും പറയുന്നുണ്ടായിരുന്നു. എന്നാലും ഇവരെല്ലാവരും കൂടെ ക്യാമറയിൽ പോയി നിന്നിട്ട് പറയുന്നുണ്ട്, അവനൊരു തെറ്റ് പറ്റിയതാണ്, തിരുത്താനൊരു അവസരം കൊടുക്കണം എന്നുള്ളൊക്കെ രീതിയിൽ. ഏതായാലും വഴക്കുണ്ടാക്കിയത് ജിസേലും അനുമോളുമാണ്, പോയത് നെവിനുമാണ്.